Guys, welcome back. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്ന് എന്തായാലും ഈദിന്റെ ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളൊന്ന് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്താണ് ബാക്കിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ റൂമല്ല, നമ്മൾ വേറെ നമ്മുടെ ഫ്രണ്ടിന്റെ റൂമിലോട്ട് വന്നിട്ടാണ്. അപ്പോൾ ആ ഫ്രണ്ട് ഇപ്പോൾ കിച്ചണിലുള്ളത്. ഇന്നിപ്പോൾ അവന്റെ കുക്കിംഗ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ആ കുക്കിങ്ങിൽ എന്താണ് പുള്ളിയുടെ സ്പെഷ്യലി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി കാണുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പറയുന്ന പോലെ ബെൽ ബട്ടൺ അമർത്താം. ഓക്കെ ഗൈസ്, നമ്മൾ കുക്ക് ഉണ്ടല്ലോ താടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ കുക്കിന്റെ പേരാണെന്ന് സുബീഷ്. പറ്റുപുള്ളിക്കാരനുണ്ട്. അപ്പൊ പുള്ളിയാണ് വലിയ കുക്കാണ് ഇവിടുത്തെ കരാമയില്. അപ്പൊ നമുക്ക് നല്ല കുക്കിങ്ങിലോട്ട് തുടങ്ങാം. എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞില്ല. ഇന്ന് ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്ത. വായിൽ വരുന്ന പേരൊന്നുമില്ല, വൈറ്റ് സോസ് പാസ്ത അല്ലേ, ഇറ്റാലിയൻ ടൈപ്പ് ഡിഷാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാലം കേരള സ്റ്റൈലും കുറെ നമ്മള് അമേരിക്കൻ അടക്കം അടിച്ചു മാറ്റാൻ നോക്കി. അപ്പൊ ഇനി ഇറ്റാലിയനിലോട്ടാണ് നമ്മുടെ അടുത്ത യാത്ര അല്ലേ. ഉത്ഭവം തന്നെ അവിടെ തന്നെയാണ്. പാസ്ത വൈറ്റ് സോസ് പാസ്ത ഒരു പ്യൂർ വെജ് ടൈപ്പ് ആണ്. പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. നല്ല സ്വീറ്റ് മീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ നമുക്ക് എന്തായാലും കുക്കിങ്ങിലോട്ട് പോകാം. തീർച്ചയായും. അപ്പൊ നമ്മള് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അല്ലേ. ഈ വെള്ളത്തിന് എത്രയാണ്? വെള്ളം ഒന്ന് ചൂടാവണം. ചൂടായിട്ട് പാത്രത്തിനടിയിൽ ഫുള്ള് ചെറിയ ചെറിയ ബബിൾസ് വരും. അപ്പോൾ അതാണ് അതിന്റെ ഒരു കണക്ക്. ഇപ്പൊ കണ്ടില്ല, ഈ സൈഡ് ഫുള്ള് നമുക്ക് ബബിൾസ് വന്നിട്ടുണ്ട്. അതാണ് ഇതിന്റെ കണക്ക്. അത് വരുന്ന സമയത്ത് ഓൾറെഡി ബബിൾസ് വരാൻ തുടങ്ങി. കുറച്ച് ഉപ്പിടുക. ഓക്കെ. വെള്ളത്തിന് എന്തെങ്കിലും അളവ് എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് എണ്ണ. കാരണം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാൻ. സൺഫ്ലവർ ഓയിലോ ഏതെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. നമ്മൾ പിന്നെ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ ഓയിലൊന്നും യൂസ് ചെയ്യില്ല. നമ്മൾ കോക്കനട്ട് ഓയിൽ. ഓക്കെ. കുറച്ച് ജസ്റ്റ് ഒട്ടാതിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാൻ. ഓക്കെ. എണ്ണയും ഉപ്പ് ഇട്ടിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം എന്നിട്ട് നമ്മൾ പാസ്ത ഇത് 200 ഗ്രാം പാസ്ത അല്ലേ. ഒന്ന് ലെവൽ ചെയ്താണ് വെക്കുക. ഇത് ഇനി വേവണം അല്ലേ. ഇത് വേണം. ഓക്കെ. അപ്പോൾ നമ്മൾ പാസ്ത റെഡിയായി വരുന്നതിന് മുമ്പ് സോസ് ഞങ്ങൾ വേണ്ട വൈറ്റ് സോസ് ഉണ്ടാകും. അത് കൂടെ കഴിക്കാനുള്ളതാണോ അതിൽ മിക്സ് ചെയ്യാനുള്ളതാണോ? അല്ല, അതിൽ മിക്സ് ചെയ്യാനുള്ളത് അല്ലേ. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ബട്ടർ അമൂലിന്റെ ബട്ടറാ? അല്ല, നമ്മുടെ ഇതിന്റെ ഏത് വേണമെങ്കിലും അല്ലേ. അൽമറായി ഇവിടെ കിട്ടുന്ന. ഓക്കെ. ഇതായിരിക്കും കുറച്ചുകൂടി നല്ലതാണ്. കുറച്ചുകൂടി സാൾട്ടഡ് ബട്ടറാ? സാൾട്ടഡ്. കുറച്ച് മൈദ ചേർക്കണം. മൈദ ഇത് എത്ര? 1 കപ്പാണ് അല്ലേ. 1 കപ്പ്, ഏകദേശം ഒരു 100 ഗ്രാം മൈദ. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ബട്ടറിൽ ഇത് നന്നായി മിക്സ് ആയിട്ട് കുറച്ചുകൂടി ബട്ടർ വേണം. അങ്ങനെ അത് ഫുള്ളായി മിക്സ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് ബട്ടർ കൂടി ഇട്ടിട്ടുണ്ട് അല്ലേ. നല്ല രീതിയിൽ ബട്ടറിൽ മിക്സായി ഒരു ക്രീമി പരുവാണോ? യെസ്. ഈ ഒരു ടെക്സ്ചറിലേക്ക് വരും. ഓക്കെ. ഓവർ നമ്മൾ നോക്കി ഇടുന്നതായിരിക്കും നല്ലത് അല്ലേ. അപ്പോൾ ഇല്ല പറഞ്ഞാൽ കൂടുതൽ, ഇല്ല പറഞ്ഞാൽ വെള്ളം പോലെയാവും. കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ മപ്പടിച്ച പോലെ കഴിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ ഒരു യെല്ലോ കളറായി അല്ലേ. ഇതിലോട്ട് ഇനി പാല് ചേർക്കാൻ പോകണം അല്ലേ. ഒരു ചെറിയ കപ്പിലുള്ള പാല് അല്ലേ. സോസിനുള്ള ഗ്രേവി ആവാനുള്ള പാല് അല്ലേ. വെള്ളം ചേർക്കാൻ പാടില്ല. പാലല്ല ചേർക്കണത്. ഫ്രഷ് മിൽക്ക് അല്ലേ. ഫ്രഷ് മിൽക്ക്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ മെൽട്ടായി വരണം അല്ലേ. മെൽട്ടായി കൂടുതൽ സമയം എടുക്കും. ഓക്കെ. അപ്പോൾ വെന്തിട്ടുണ്ട് അല്ലേ. നമ്മളതിൻ്റെ വെള്ളം ഊറ്റി മാറ്റണം. ഇത് വെന്തോന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ മതി, അറിയാൻ പറ്റും. നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ വെന്തു. ഓക്കെ, ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ബാക്കി പരിപാടികൾ. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി വിട്ടാൽ മതി. കാരണം ഇത് കട്ടയായി നിൽക്കാൻ പാടില്ല. നല്ല സ്മൂത്ത് ആയിട്ടാണ് അല്ലേ. നമുക്കടുത്ത് ബീറ്റർ ഇല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നേരം നമ്മളിങ്ങനെ ആക്കി അതിന്റെ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. നല്ല കൈ കടയും. അപ്പോൾ നമ്മുടെ ക്രീം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. സോസ് ആണതിന് മുമ്പ് നമ്മൾ അടുത്ത പ്രൊസീജിയറിലോട്ട് പോകണം അല്ലേ. അതെ, അതിലേക്ക് ആഡ് ചെയ്യേണ്ട ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ് വെജിറ്റബിൾസ്. വെജിറ്റബിൾസ്. ഓക്കെ. അപ്പോൾ അതിൽ
ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം ലേശം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്ലേ? കുറച്ച് വെളിച്ചെണ്ണ അതിലോട്ട് വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്. ഇപ്പം അതിൽ നിങ്ങൾക്ക് കോൺ ഇടണമെങ്കിൽ കോൺ ഇടാം, നമുക്ക് ഇഷ്ടമുള്ളത്. നമ്മളിപ്പോൾ ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഗ്രീൻ പീസ് ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അല്ലേ? വേവണം, ലൈറ്റ് വേവ്, ഒരു 80%. വൈറ്റ് സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളതിലേക്ക് ചില്ലി ഫ്ലേക്സ് കുറച്ച് എരിവ, കുറച്ച് അതൊരു ചന്തമാണ്. എരിവല്ല, നമ്മൾ ജസ്റ്റ് ഒരു ഇടയിൽ കൂടെ അങ്ങനെ ഒന്ന് കാണാനായിട്ട് അല്ലേ? അതൊരു ടേസ്റ്റും കൂടി കയറണം. എരിവായിട്ടുണ്ടാവില്ല, അതിൻ്റെ ഒരു സ്പൈസ് കുറച്ച് ചെറുതായി. ഓവർ ഇടേണ്ട ആവശ്യമില്ല അല്ലേ? ഒരു 2 സ്പൂൺ അല്ലേ? 1.5 സ്പൂൺ ആയാലും ഓക്കെ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് നമുക്ക് ഗരം മസാല, നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് ഓക്കെ. ഗരം മസാല നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്, കുറച്ച് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളത്. ഒരു 1.5 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മതി. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഇനി വേറെ നിങ്ങണ്ടോ? ഇനി ബ്ലാക്ക് പെപ്പർ പൗഡർ. ഒരു ആ വെള്ളയിൽ ചെറിയൊരു ഇത് ഇട്ടാൽ മതി. ഓക്കെ, യെസ്. ഒരു 1 ടേബിൾ സ്പൂൺ അല്ലേ? ബ്ലാക്ക് പെപ്പർ വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം, പൊടിയാണെങ്കിൽ പൊടി ഇടാം. ഓക്കെ. അപ്പോൾ നമ്മുടെ സോസിൻ്റെ പരിപാടി റെഡിയായി, 100% ആയി. 100% സോസ് റെഡിയായി. നമ്മൾ ഓഫ് ചെയ്തു. വെജിറ്റബിൾ വന്നിട്ടുണ്ട് അല്ലേ? അതുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിൻ്റെ എടുത്ത സാധനത്തിൽ തരുന്നത് മക്രോണി അല്ലെങ്കിൽ പാസ്ത. ഓക്കെ, അതിലേക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. കളർഫുൾ ആയിട്ടോ. കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു കിച്ചനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, കാരണം ഇത് കളർഫുൾ ആയത് കാരണേ കിച്ചന് ഫുഡ് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. അതിൽ ടേസ്റ്റ് ഇല്ല, അവർക്ക് അത് ആ കളർ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ കണ്ണുകൾ ആകർഷിക്കില്ലേ, എന്തെങ്കിലും കളർഫുൾ ആയിരിക്കുമ്പോഴാണ് അവർക്ക് ഒരു ഇതുണ്ടാവും. ഓക്കെ, ഇതിലേക്ക് നമ്മുടെ സോസ് റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് അല്ലേ? യെസ്. ഓക്കെ, കറക്റ്റായിട്ട് ആ സോസ് കറക്റ്റാ ക്രീമി തന്നെ അല്ലേ? ഈ ക്രീമി സോസ് നന്നായിട്ടൊന്ന് നമ്മുടെ ഐറ്റം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അല്ലേ? അതെ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ മാത്രം അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡിയായി, 100% റെഡി. 100% എന്തായിരുന്നു ഐറ്റത്തിൻ്റെ പേര്? ഞാൻ മറന്നുപോയി പിന്നെയും. ഇത് വൈറ്റ് സോസ് പാസ്ത. ഇതിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. നമുക്ക് വേണം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചീസ്, എന്താണ് പറയുന്നത്? നേരത്തെ വേറെ ചീസ് നമുക്ക് ചേർക്കാം, വേണമെങ്കിൽ ചേർക്കാം. ചീസ് ചേർത്തേക്ക് ഒരു 100 പോലെ നമുക്ക് പിസയിലൊക്കെ കാണില്ല, അതുപോലെ. ഇതൊന്ന് ഇളക്കി വയ്ക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ സാധനം കളറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സൈഡ് ഡിഷ് എന്തെങ്കിലും ചേർക്കാനുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കാനുണ്ടോ? യെസ്. ഇനി ഇതിന് കൂടെ നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് കൊണ്ടൊരു ഉണ്ടല്ലേ, ഒരു ഐറ്റം കൂടി റെഡിയാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ? അതെ. അടിച്ചൊന്ന് പരത്തുക. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കയ്യിൽ അടിച്ച് റെഡിയാക്കിയതിൽ നമ്മൾ ഓരോ ലൈൻ ഇട്ട് കൊടുക്കാം അല്ലേ? മസാല പിടിക്കാൻ വേണ്ടി. മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ. ഓക്കെ, അത് നമ്മൾ എങ്ങനെ വേണമെങ്കിലും ഇടാം. ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുത്തേക്ക് നല്ല രീതിയിൽ ഉള്ളിലോട്ട് മസാലയൊക്കെ ഇറങ്ങി പിടിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പും വരും. ഓക്കെ, മുകളിലൊരു സ്ക്വയർ ടൈപ്പ്. നമ്മൾ ചിക്കൻ്റെ മസാല ഉണ്ടാക്കാൻ പോകണം അല്ലേ അതിലോട്ടുള്ളത്? അതെ. ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ. 1.5. ഓക്കെ, നമ്മൾ 2 ബ്രസ്റ്റല്ലേ എടുത്തു. നമ്മളിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങി നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് റെഡിയാക്കാം. കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്പൈസ് ഇല്ലാത്തതുകൊണ്ട് എത്ര വേണമെങ്കിലും കുഴപ്പമില്ല അല്ലേ? ഒരു 2 ടേബിൾ സ്പൂൺ. പെപ്പർ ഓക്കെ, ഒരു 1/2 ടേബിൾ സ്പൂൺ. കുറച്ച് മഞ്ഞൾപ്പൊടി,
കുറച്ച് മഞ്ഞപ്പൊടി, നമ്മുടെ അണുബാധ പറയാനുള്ളത് കളയാൻ, വിഷം കളയാൻ. ക്യാമറമാൻ എന്ത് ചെറുക്കണേ. കുറച്ച് മഞ്ഞപ്പൊടി, ക്യാമറമാന് മഞ്ഞപ്പൊടി. ഇത് 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി അല്ലേ? ഓക്കെ. ഒരു 1 ടേബിൾ സ്പൂൺ ലേശം ഗരം മസാല, ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. കുറച്ച് ഇത് ഷാൻ്റെ തന്തൂരി മസാല. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ? ഇതിന് ഈ ഷാൻ്റെ മസാലകൾക്കെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണ്, നമ്മുടെ നാടൻ ടേസ്റ്റിനെ വിട്ടിട്ട് ഓക്കെ വേറൊരു ടേസ്റ്റിലേക്ക്. അപ്പോൾ ഇതൊരു തന്തൂരി ടൈപ്പ് ചിക്കൻ ആയതാണ് തന്തൂരി മസാല ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ ഇതൊക്കെ കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലേ? ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് 2 മൂടി ഓക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ വെള്ളം ഒഴിക്കണ്ട അല്ലേ? വെള്ളം വേണ്ട. ഓക്കെ ഓക്കെ. ഇനി ഇതിൽ കുറച്ച് ഉപ്പ് കൂടിയിട്ട്, ആവശ്യമുള്ള ഉപ്പ്. ഓക്കെ. ബി.പി ഒക്കെ ഉള്ളവരാണ് പറഞ്ഞാൽ കുറച്ചിടുക. അതെ, ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിലോട്ട് നമ്മൾ മുട്ടയുടെ വെള്ളക്കറി മാത്രം ചേർക്കും. കുറച്ച് ഒഴിക്കാം. ഓക്കെ. അപ്പോൾ വെള്ളക്കറി ഒഴിച്ച് നമ്മൾ മസാലയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. മഞ്ഞക്കറി വേണ്ട അല്ലേ? മഞ്ഞ വേണ്ട, വെള്ളം മാത്രം. ഓക്കെ. മസാല നമ്മൾ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ട് ബാക്കി പരിപാടിയിൽ നോക്കാം അല്ലേ? അതെ. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ലേശം ബട്ടറിലാണ് അല്ലേ? അതെ. നമ്മൾ തവ ഫ്രൈ ആണ്, ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, ഓയിൽ ഫ്രൈ ചെയ്യുന്നില്ല അല്ലേ? ഓയിൽ ഫ്രൈ തവ ഫ്രൈ എപ്പോഴും നല്ല ബട്ടർ മറ്റേ ഉരുകി വരുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ, സൂപ്പറാണ്. ഓക്കെ. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ പാടില്ല. ഓക്കെ. സംഭവം എന്തായാലും ഭയങ്കര കളർഫുള്ളായി വന്നുകൊണ്ടിരിക്കുന്നത്. ഒക്കെ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റും റെഡി ആയിട്ടുണ്ട് അല്ലേ? അതെ. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടി അതോട്ട് പോവാം. തീർച്ചയായും ഗൈസ്. റെഡി ആയിട്ടുണ്ട് അല്ലേ മോൾട്ടി? ഇന്ന് ആരാ കുക്ക് ചെയ്ത് അറിയോ നിനക്ക്? ആരാ കുക്ക് ചെയ്ത്? മാമയാണ് കുക്ക് ചെയ്തത്. നിനക്ക് അറിയത്തില്ല കുക്ക് ചെയ്തതുള്ളൂ അല്ലേ? അവൾ ടേസ്റ്റ് ചെയ്യാനൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. സുബീഷേ, നീ ഉണ്ടാക്കിയതല്ലേ, അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ ടേസ്റ്റ് മാറ്റി. മോൾട്ടി നീ ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഞാനും ടേസ്റ്റ് ചെയ്യാം. എടുത്തോ. വെറൈറ്റി ഉണ്ട് അല്ലേ? സാധനം കിടുവായിട്ടുണ്ട്. എന്തായാലും സുബീഷ കഴിക്കും, നിങ്ങൾ കഴിച്ചോ. ഇതിൽ ചിക്കനുണ്ട് കേട്ടോ, ചിക്കൻ്റെ ബ്രഷോടെ കഴിച്ചോട്ടെ. എടുത്തോ. ആഹാ, നോക്കേ ചിക്കൻ നോക്കിയേ കേട്ടോ. ഇങ്ങനെ അതിങ്ങനെ ശരിക്കും നല്ല രീതിയിൽ വന്നിട്ട് ഇങ്ങനെ സൂപ്പറായിട്ട് കിടുവായിട്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ കഴിക്കാനും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അല്ലേ മോണ്ടി? നന്നായിട്ട് ചിക്കൻ കഴിച്ച് നോക്കിയേ. സാധനം കിട്ടും അല്ലേ? സൂപ്പറായിട്ടോ. അപ്പോൾ നമ്മളിത് അടിച്ചു തീർക്കട്ടെ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഓക്കെ ബൈ ബൈ. വേറൊരു കാര്യം കൂടി കേട്ടോ, മറക്കല്ലേ. പോലെ സുബീഷിന് ഒരു ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, കുക്കിംഗ് ഇഷ്ടപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ സുബീഷിൻ്റെ ചാനലിൽ കയറി നോക്കുക. ചാനലിൻ്റെ പേരെന്താ സുബീഷ്? സിൽവർ സ്പാർട്ട്. അപ്പോൾ നമ്മളെന്തായാലും ചാനലിൻ്റെ ലിങ്ക് ഉണ്ടല്ലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൽ കയറി നോക്കാം. ഓക്കെ. ഇവിടെ നമ്മൾ ആക്രാന്തത്തിലാണ്, നമ്മൾ കഴിച്ച് അടിച്ച് തീർക്കട്ടെ. ആക്രാന്തം? നിനക്ക് ആക്രാന്തം ഇല്ലേ?